കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നവരാത്രിയുടെ 8ാമത്തെ ദിവസം 2025 സെപ്റ്റംബർ മാസം 29-ാം തീയതി തിങ്കളാഴ്ച. അന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന ശ്രീ പാർവതീദേവിയുടെ രൂപം എന്ന് പറയുന്നത് മഹാഗൗരി എന്ന രൂപമാണ്. മഹാഗൗരി എന്ന രൂപത്തിന് എന്താണ് പ്രത്യേകത? ഈ രൂപത്തിലുള്ള സർവേശ്വരിക്ക് 4 കൈകളാണ് ഉള്ളത്. ഒരു വലതു കൈയിൽ ത്രിശൂലവും രണ്ടാമത്തെ വലതു കൈയിൽ അഭയമുദ്രയുമാണ് കാണപ്പെടുന്നത്. ഒരിടതു കൈയിൽ ഡമരുവും രണ്ടാമത്തെ ഇടതു കൈയിൽ വരദമുദ്രയും കാണപ്പെടുന്നു. വെളുത്ത നിറത്തോടു കൂടിയ ദേവിയാണ് മഹാഗൗരി. അതുകൊണ്ട് തന്നെ ഈ ദേവിക്ക് ശ്വേതാംബരധര എന്ന ഒരു പേരുകൂടി ഉണ്ട്. ദേവിയുടെ വാഹനം കാളയാണ്. ഇത്രയും തിളക്കമുള്ള ശരീരത്തോടു കൂടി കാണപ്പെടുന്ന ഭഗവതിയുടെ 2 രൂപങ്ങളാണ്. ഒന്ന് ശൈലപുത്രിയും രണ്ടാമത്തേത് മഹാഗൗരിയും. ശൈലപുത്രി രൂപത്തിലുള്ള ഭഗവതിക്കും ഇതുപോലെ തന്നെ തൂവെള്ള നിറമായിരുന്നു. അതുപോലെ മഹാഗൗരിക്കും അത്രത്തോളം തന്നെ വെളുത്ത നിറമുള്ള ചർമ്മമാണ് ഉള്ളത്. ഭഗവതിയുടെ വാഹനം കാളയാണ്. രാഹു എന്ന ഗ്രഹത്തെയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹു ദശാകാലത്തിലുള്ള മനുഷ്യരും അതുപോലെ ജാതകത്തിൽ രാഹു അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന ആളുകളും അതുപോലെ ഈ കാളസർപ്പദോഷം അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉള്ള മനുഷ്യരുമൊക്കെ തന്നെ മഹാഗൗരി എന്ന രൂപത്തിൽ ഭഗവതിയെ പ്രാർത്ഥിക്കണം. ഈ കാളസർപ്പദോഷമുള്ള ആളുകൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിലെ പല നല്ല കാര്യങ്ങളെയും ഈ രാഹു തടഞ്ഞുകളയും. ഈ കാളസർപ്പദോഷമുള്ള ആളുകൾ നമ്മൾ സാധാരണയായി രാഹു കേതു പൂജയൊക്കെ ചെയ്യാറുണ്ട്. കാളഹസ്തിയിലൊക്കെ പോയി പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ആളുകൾ, ഈ ദോഷമുള്ള ആളുകൾ നിങ്ങൾ നിർബന്ധമായും പൂജ ചെയ്യണം. അത് വേറെ കാര്യം. അതല്ലാതെ നിരന്തരം മഹാദേവനെ പ്രാർത്ഥിക്കണം. മഹാഗൗരി രൂപത്തിൽ ഭഗവതിയെയും പ്രാർത്ഥിക്കണം. കാരണം എപ്പോഴും ഈ ദോഷം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിനും ഇങ്ങനെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. എത്ര നന്നായി പഠിച്ചാലും മാർഗ്ഗം കിട്ടാത്ത അവസ്ഥ, എത്ര നന്നായി ജീവിക്കുവാൻ ശ്രമിച്ചിട്ടും നമ്മുടെ ശ്രമത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ എല്ലാത്തിനെയും ഇങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു ഉയർച്ച ഉണ്ടാകുന്നു എന്ന് കാണുമ്പം ഇതോടി വന്ന് തടസ്സപ്പെടുത്തും. അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഒഴിവായി നമുക്ക് നല്ല ഭാഗ്യം ലഭിക്കുന്നതിനായിട്ട് നിരന്തരം ഭഗവതിയെ മഹാഗൗരി രൂപത്തിലും അതുപോലെ മഹേശ്വരനെയും പ്രാർത്ഥിക്കണം. നിരന്തരമായ പ്രാർത്ഥന. അതുമാത്രമാണ് ഈ കാളസർപ്പദോഷത്തിൻ്റെ ഒരു പരിഹാരമാർഗം. ഒരു തവണ പോയി നമ്മൾ പൂജ ചെയ്തു, ഇനി അടുത്ത പോകേണ്ട സമയത്ത് പോയി ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കരുത്. നിരന്തരം നമഃശിവായ മന്ത്രം ജപിക്കണം. അതുപോലെ തന്നെ മഹാഗൗരി രൂപത്തിൽ ദേവിയെ പ്രാർത്ഥിക്കുകയും വേണം. ദേവിക്ക് എങ്ങനെയാണ് ഈ നാമം ലഭിച്ചത് എന്ന്
നമുക്കൊന്ന് നോക്കാം. കാളരാത്രി രൂപത്തിൽ ഭഗവതി അസുരന്മാരെ നിഗ്രഹിച്ച കാര്യം നമ്മൾ പറഞ്ഞു. വലിയ യുദ്ധമാണ് ഭഗവതി നടത്തിയത്. ആ വലിയ യുദ്ധത്തിനു ശേഷം ഭഗവതിയുടെ ചർമ്മത്തിന് ഇരുണ്ട നിറമുണ്ടായി എന്ന് പറയുന്നു. അങ്ങനെ ഇരുണ്ട നിറത്തോടുകൂടി കാണപ്പെട്ട സർവേശ്വരിയെ മഹേശ്വരൻ കാളി എന്ന് സ്നേഹത്തോടുകൂടി വിളിച്ചു എന്ന് പറയുന്നു. പക്ഷേ മഹേശ്വരൻ കളിയാക്കിയാണ് കാളി എന്ന് വിളിച്ചത് എന്ന് കരുതിയ മഹേശ്വരി മഹേശ്വരനോട് പിണങ്ങിയിരുന്നു എന്നും പിന്നീട് ഒരു വലിയ കഠിനമായ തപസ് കാട്ടിൽ പോയി നടത്തി എന്നും വിശ്വസിക്കുന്നു. അങ്ങനെ മഹേശ്വരിയുടെ അതികഠിനമായ തപസ്സിൽ പ്രസന്നനായ ബ്രഹ്മദേവൻ ഭഗവതിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും ഭഗവതിയോട് മാനസരോവരിൽ സ്നാനം ചെയ്യാൻ പറയുകയും അതനുസരിച്ചിട്ട് ഭഗവതി അപ്രകാരം ചെയ്യുകയും ചെയ്തു എന്നാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. ബ്രഹ്മദേവൻ്റെ വാക്കുകൾ അനുസരിച്ച മഹേശ്വരി അപ്രകാരം ചെയ്യുകയും മഹേശ്വരിക്ക് തൻ്റെ പഴയ ആ നിറം വീണ്ടെടുക്കാൻ സാധിച്ചു എന്നും വിശ്വസിക്കുന്നു. ധാരാളം അസുരന്മാരെ നിഗ്രഹിച്ച ഭഗവതിക്ക് അതിൻ്റെ ഭാഗമായുണ്ടായ ആ ഒരു അഴുക്ക്, ആ ഒരു വിഷം, അതായത് വലിയ യുദ്ധമാണ് നടന്നത്. അതിൻ്റെ ഭാഗമായുണ്ടായ ആ അതികഠിനമായ ആ അഴുക്ക് തൻ്റെ ശരീരത്തിലേക്ക് വ്യാപിച്ചതുകൊണ്ടാണ് ദേവിയുടെ ശരീരം കറുത്തുപോയത്. പിന്നീട് പുണ്യസ്നാനം നടത്തുകയും ദേവിക്ക് തൻ്റെ പഴയ നിറം, അതായത് ശൈലപുത്രി രൂപത്തിലുണ്ടായിരുന്ന ദേവിയുടെ അതേ നിറവും സൗന്ദര്യവും തിരിച്ചു കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അതോടുകൂടി ഭഗവതിക്ക് മഹാഗൗരി എന്ന നാമം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇവിടെ മഹേശ്വരിയെ പൂജിക്കേണ്ടുന്ന പുഷ്പം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്. ദേവിയുടെ വാഹനം കാളയാണ്. അന്നേ ദിവസം നമ്മൾ ഭഗവതിയെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അന്നേ ദിവസം നമ്മൾ ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് പീക്കോക്ക് ഗ്രീനാണ്. നമ്മൾ മയിൽപ്പീലി പച്ച എന്നൊക്കെ പറയുന്ന ആ നിറം, ആ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സർവേശ്വരിയെ പ്രാർത്ഥിക്കുന്നത് അങ്ങേറ്റം ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. അന്ന് ഭഗവതിക്ക് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത് തേങ്ങയാണ്. നിങ്ങൾക്ക് ഒരു തേങ്ങ എടുത്തിട്ട് അത് രണ്ടായി മുറിച്ച് ആ തേങ്ങാമുറികൾ ഭഗവതിക്ക് സമർപ്പിക്കാം. അതല്ലെങ്കിൽ തേങ്ങ കൊണ്ടുള്ള എന്തെങ്കിലും ഒരു സ്വീറ്റ് അതുണ്ടാക്കിയും ദേവിക്ക് സമർപ്പിക്കാം. തേങ്ങ കൊണ്ടുള്ള ലഡ്ഡു അങ്ങനെയൊക്കെയുള്ള പലഹാരങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാം. തേങ്ങ ധാരാളമായി ചേർത്തിട്ടുള്ള മറ്റെന്തെങ്കിലും പലഹാരത്തിന് നല്ല വെളുത്ത നിറമായിരിക്കണം. അതേ രീതിയിൽ നിങ്ങൾക്ക് ഭഗവതിക്ക് പ്രസാദമായി സമർപ്പിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഭഗവതിയെ അന്നേ ദിവസം പ്രാർത്ഥിക്കേണ്ടുന്ന നാമം അത് എന്തെന്ന് നോക്കാം. അന്നേ ദിവസം ദേവിയെ പ്രാർത്ഥിക്കേണ്ടുന്ന നാമം ഇതാണ്: ശ്വേതേ വിഷേ സമാരൂഢ ശ്വേതാംബരധര ശുചിഹി മഹാഗൗരി ശുഭം ദദ്യ മഹാദേവ പ്രമോദദ. ഇതാണ് അന്നേ ദിവസം
ദേവിയെ പ്രാർത്ഥിക്കേണ്ടുന്ന നാമം. ഈ നാമം എത്ര തവണ ജപിക്കാൻ സാധിക്കുമോ അത്രയും തവണ ജപിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. ഏറ്റവും കുറഞ്ഞത് 9 തവണയെങ്കിലും ജപിക്കാം. 9, 21, 108, 1008 ഇങ്ങനെയൊക്കെ നമുക്ക് ജപിക്കാവുന്നതാണ്. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഓം മഹാഗൗരിയൈ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടേയിരിക്കുക. രാവിലെയും വൈകുന്നേരവും ഈ നാമം ജപിച്ചാലും ഇടയ്ക്കിടെ മഹാഗൗരിയുടെ നാമങ്ങൾ ഓ മഹാഗൗരിയൈ നമ എന്ന് ജപിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ വളരെ ശ്രേഷ്ഠമാണ് എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ നാമത്തിൻ്റെ അർത്ഥം അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ദേവിയെ ശ്വേതേ എന്ന് വിളിച്ചിരിക്കുന്നു. ശ്വേതേ എന്ന് വിളിച്ചതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വെളുത്ത നിറം ഉള്ളവളെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ കാളയുടെ പുറത്തു സഞ്ചരിക്കുന്നവളെ, അതായത് കാളയെ വാഹനമാക്കിയവളെ. പിന്നീട് പറഞ്ഞിരിക്കുന്നു വെളുത്ത വസ്ത്രം ധരിച്ചവളെ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയുള്ള നിർമ്മലയായ ദേവി, അവിടുത്തെ അനുഗ്രഹത്താൽ എനിക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാകണമേ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു മഹാദേവനായ മഹേശ്വരനെ പ്രീതിപ്പെടുത്തുന്നവളായ അല്ലയോ മഹാദേവി, ദേവിയെ ഞാൻ വണങ്ങുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ ഭഗവതിയെ വർണ്ണിക്കുകയാണ്. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പ്രധാനമായും അന്നേ ദിവസം ഓർക്കേണ്ടത്. അതായത് നവരാത്രി 8ാമത്തെ ദിവസം മഹാഗൗരി രൂപത്തിൽ ദേവിയെ പ്രാർത്ഥിക്കുക. രാഹു എന്ന ഗ്രഹത്തിനെ പ്രീതിപ്പെടുത്തുന്നതിനായിട്ട് ദേവിയെ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുക. അതുപോലെ ഞാൻ പറഞ്ഞു, ഈ കാളസർപ്പദോഷമൊക്കെ ഉള്ള ആളുകൾ മഹേശ്വരനെ നിരന്തരമായി വിളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ദേവിയെ മഹാഗൗരി രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു. അതുപോലെ ദേവി എന്തിൻ്റെ പുറത്താണ് സഞ്ചരിക്കുന്നത്? കാളയുടെ പുറത്താണ് സഞ്ചരിക്കുന്നത്. ദേവിക്ക് 4 കൈകളാണ് ഉള്ളത്. അന്നേ ദിവസം നമ്മൾ ധരിക്കേണ്ടുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്ന് പറയുന്നത് പീക്കോക്ക് ഗ്രീനാണ്. വെളുത്ത നിറമുള്ള ഭഗവതിയാണ്. അതുപോലെ അന്നേ ദിവസം ദേവിക്ക് സമർപ്പിക്കേണ്ടുന്ന പ്രസാദം എന്ന് പറയുന്നത് തേങ്ങയാണ്. തേങ്ങയോ തേങ്ങ കൊണ്ടുള്ള മറ്റെന്തെങ്കിലും പലഹാരങ്ങളോ നമുക്ക് ഉണ്ടാക്കി സമർപ്പിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഭഗവതിക്ക് വെളുത്ത പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പൊതുവായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, അറിയാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.